ഒരു വഴിയിലൂടെ നമ്മൾ ലാഭിക്കാൻ നോക്കുമ്പോൾ മറ്റേ വഴിയിലൂടെ നഷ്ടം വരുത്താതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പിന്നെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ പറയുന്നതൊന്നും ആർക്കും തന്നെ അറിയാത്ത ഒരു പുതുമയായ കാര്യങ്ങളൊന്നും അല്ല. ചെറിയ കാലം കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറന്നു പോകും എന്നുള്ളതാണ് സത്യം. കുറച്ച് ഹിസ്റ്ററി ആവാം. സോ വെൽക്കം ടു ഹിസ്റ്ററി ക്ലാസ്. നമ്മുടെ പൂർവികര് വൈക്കോല് വെച്ച് ഒരു സെറ്റപ്പ് ഉണ്ടാക്കും, ഒരു പെട്ടി പോലെ എന്തെങ്കിലും. അതിലേക്ക് പഴങ്ങൾ വെച്ച് പഴുപ്പിക്കാനും ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ് നിലനിർത്താനായിട്ട് ഈ ഒരു സെറ്റപ്പ് അവർ യൂസ് ചെയ്യുമായിരുന്നു. കാലക്രമേണ അതൊരു തെർമോകോൾ ബോക്സ് ആയി. ഈ മണിയൊക്കെ അടിച്ച് ഐസ് പൂട്ടൊക്കെ കൊണ്ടുവന്ന് വെക്കില്ലേ, അത് തന്നെ. വീണ്ടും അതിന്റെ കാലക്രമേണ വന്നൊരു മോഡേൺ വേർഷനാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഹോട്ട് ബോക്സും തെർമോകോൾ കുക്കേഴ്സും. തെർമൽ കുക്കേഴ്സ്. ഹോട്ട് ബോക്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഉള്ളിൽ സ്റ്റീലും പുറത്തേക്ക് ഒരു പ്ലാസ്റ്റിക് സെറ്റപ്പ് ആണല്ലോ. അപ്പോൾ ഈ ലിക്വിഡ് ആയിട്ടുള്ള ചാറ് കറികളൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടക്കൂട്ട് ഒഴുകി ഇറങ്ങിയാൽ ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രാവിലെയാണ് അത് പാചകം ചെയ്യുന്നതെങ്കിൽ രാത്രിക്ക് എന്തായാലും റീഹീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉച്ചക്കത്തേക്ക് ആവശ്യമുള്ള കറി ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് ആ പാത്രം ഹോട്ട് ബോക്സിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുവാണെങ്കിൽ ഹോട്ട് ബോക്സിന്റെ ക്ലീനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് വിൽ ബി മച്ച് മോർ ഈസിയർ. അപ്പോൾ 3-4 മണിക്കൂർ വരയ്ക്കും ഈ രണ്ട് മെത്തേഡ്സിലും അത്യാവശ്യം നല്ലോണം തന്നെ ചൂട് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. 2 മണിക്കൂറിനകത്താണെങ്കിൽ റിയലി നന്നായിട്ട് തന്നെ ചൂട് നിലനിൽക്കും. ഭക്ഷണത്തിന്റെ അളവ് കുറയും തോറും കുറച്ച് നേരവും, അളവ് കൂടും തോറും അത്രയും കൂടെ കൂടുതൽ നേരം ഈ രണ്ട് മെത്തേഡിലും ചൂട് റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇതില് കഞ്ഞി മാത്രമല്ല കേട്ടോ, ചോറും കറിയും ചായയും ഒക്കെ ഇറക്കി വെക്കാം. നഷ്ടം വരുത്താതെ ഇരിക്കാൻ ഈ ഒരു 2 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ കാര്യം, നമ്മൾ ഈ ചായ അല്ലെങ്കിൽ ചാറ് കറിയൊക്കെ ഒഴിച്ചു വെക്കുമ്പോഴത്തേക്കും മൂടി ഇങ്ങനെ വലിച്ചു പറിച്ചില്ലാണ്ട് പതുക്കെ തുറക്കാൻ തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് എടുക്കണം. തെർമൽ കുക്കറിന്റെ കാര്യത്തിൽ സാധാരണ ടിഫിൻ ബോക്സ് ഒക്കെ പോലെ മേലത്തെ ഒരു ചെറിയ ഭാഗമല്ലല്ലോ ഇതിന്റെ മൂടി. ഇത് ഓൾമോസ്റ്റ് ഇത് ഹാഫ് ടു ഹാഫ് ആണ് ഇതിന്റെ അടപ്പും താഴത്തെ ഭാഗം. ഇത് നമ്മൾ തുറക്കാൻ നേരത്തെ അത് പതുക്കെ വിടുവിക്കുകയും അതുപോലെ തന്നെ അപ്പർ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പൊക്കി ലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മി അങ്ങോട്ട് ഫാമിലി മെമ്പേഴ്സ് ഓർമ്മിപ്പിച്ച് അതൊരു ശീലമാവുന്നത് വരെ നമ്മളതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഫ്ലാറ്റ് ബേസ് അല്ലാണ്ട് മൺചട്ടി പോലെയുള്ള ബേസുള്ള പാത്രങ്ങൾ വെക്കുമ്പോൾ പുറത്ത് വെക്കുമ്പോൾ നമ്മളൊരു തിരികെ വെക്കുമല്ലോ, അപ്പോൾ അത് അകത്തും കൂടെ അതുപോലെ തന്നെ വെച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മറിയില്ല. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ ജസ്റ്റ് വാർത്തിട്ട തിളച്ച ചോറ് ഇറക്കി വെച്ചിട്ട് അതോടൊപ്പം ഇന്നലത്തെ കുറച്ച് ബാക്കിയുള്ള കറിയും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചോറിന്റെ ടെമ്പറേച്ചർ ആ കറിയിലേക്ക് പകർന്നു കിട്ടും. പക്ഷെ അത് ബോയിലിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്താത്തതുകൊണ്ട് അപ്പോൾ ഈ തണുത്ത ഭക്ഷണം കേടായി തുടങ്ങാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ കുറച്ച് കറിയേ ഉള്ളൂ, ഇത് എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ കൂട്ടി തീർക്കുമോട്ടും തന്നെ ബാക്കി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ അതും കൂടെ നേരി ചൂടായി ഇരുന്നോളൂ. അതല്ല, ഇനി ഇന്ന് വെച്ച കറിയാണെങ്കിൽ തന്നെ അത് നല്ലവണ്ണം തണുത്തതാണെങ്കിൽ അത് തിളപ്പിക്കാൻ നേരമായെങ്കിൽ അതും കൂടെ തിളപ്പിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഇറക്കി വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് പുറത്തിരുന്നോട്ടെ. അപ്പോൾ കഴിക്കാൻ നേരമാകുമ്പോൾ അത് മാത്രം ചൂടാക്കിയാൽ മതിയല്ലോ. ഉച്ചക്കോ രാത്രിയോ നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും അതിലേക്ക് എടുത്തു വെക്കേണ്ട കാര്യമില്ല. അത് പുറത്തിരുന്ന് തന്നെ തണുക്കാൻ വെച്ചു കൊടുക്കുക. ഇത് നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാട്ടോ. പക്ഷെ നമ്മൾ പ്രകൃതിയുടെ നിയമത്തോട് കളിക്കാതെ ടൈം ആൻഡ് ടെമ്പറേച്ചർ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മാത്രം. അപ്പോൾ റീഹീറ്റ് ചെയ്യാതെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് LPG സേവ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സിമ്പിൾ മെത്തേഡ്സ് ആണ് ഇത് രണ്ടും. ഫ്ലാറ്റ് ബേസ് തീ മാക്സിമം അബ്സോർബ് ചെയ്യാനും ആവി മാക്സിമം തങ്ങി നിർത്താൻ അതിൻ്റെ ചെറിയ വായയും അത് ഒന്നും കൂടെ ഉറപ്പിച്ചുകൊണ്ട് ചൂട് മാക്സിമം റീറ്റെയിൻ ചെയ്യാൻ പുറത്തെ തെർമൽ കണ്ടെയ്നറും പറയാതെ ഇരിക്കാൻ വയ്യ. ഇറ്റ് ഇസ് സോ വെരി സിമ്പിൾ ബട്ട് യെറ്റ് ബ്രില്യൻറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് into the older technology in modern version. Thank you for watching. This is Godsi. See you again with another nice video and bye.